ആശ്രയം, ആശയറ്റ നേരമെൻ്റെ ആശ്വാസം. നിൻ വചനമാരി തൂകി നീ എൻ്റെ വേദനകൾ സൗഖ്യമാക്കണേ. യേശുനാമമെൻ്റെ ആശ്രയം, ആശയറ്റ നേരമെൻ്റെ ആശ്വാസം. നിൻ വചനമാരി തൂകി നീ എൻ്റെ വേദനകൾ സൗഖ്യമാക്കണേ. ബെഥസ്ദ കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു. നിന്റെ കരുണ തേടുന്നു, വൈകല്ലേ എൻ്റെ മോചകാ. ബെഥസ്ദ കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു. നിന്റെ കരുണ തേടുന്നു, വൈകല്ലേ എൻ്റെ മോചകാ. എന്നെ ചുറ്റും ആയിരങ്ങൾക്കിടയിലായി എന്നെ തന്നെ നോക്കി നിൽക്കുന്നേയൊരുവൻ. എന്നെ ചുറ്റും ആയിരങ്ങൾക്കിടയിലായി എന്നെ തന്നെ നോക്കി നിൽക്കുന്നേയൊരുവൻ. അത് യേശുവായിരുന്നു, എൻ്റെ രക്ഷയായിരുന്നു. അവൻ എൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങി നിന്നു. അത് യേശുവായിരുന്നു, എൻ്റെ രക്ഷയായിരുന്നു. അവൻ എൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങി നിന്നു. ബെഥസ്ദ കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു. നിന്റെ കരുണ തേടുന്നു, വൈകല്ലേ എൻ്റെ മോചകാ. ബെഥസ്ദ കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു. നിന്റെ കരുണ തേടുന്നു, വൈകല്ലേ എൻ്റെ മോചകാ. ചാട്ടവാറുകൊണ്ടു പ്രഹരമേൽക്കവേ ചീറ്റിയില്ല കോപമെൻ്റെ നായകൻ. ചാട്ടവാറുകൊണ്ടു പ്രഹരമേൽക്കവേ ചീറ്റിയില്ല കോപമെൻ്റെ നായകൻ. അവൻ ശാന്തനായിരുന്നു, അത് ശക്തിയായിരുന്നു. അവൻ എൻ്റെ കോപത്തീയണച്ചു നിന്നു. അവൻ ശാന്തനായിരുന്നു, അത് ശക്തിയായിരുന്നു. അവൻ എൻ്റെ കോപത്തീയണച്ചു നിന്നു. യേശുനാമമെൻ്റെ ആശ്രയം, ആശയറ്റ നേരമെൻ്റെ ആശ്വാസം. നിൻ വചനമാരി തൂകി നീ എൻ്റെ വേദനകൾ സൗഖ്യമാക്കണേ. യേശുനാമമെൻ്റെ ആശ്രയം, ആശയറ്റ നേരമെൻ്റെ ആശ്വാസം. നിൻ വചനമാരി തൂകി നീ എൻ്റെ വേദനകൾ സൗഖ്യമാക്കണേ. ബെഥസ്ദ കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു. നിന്റെ കരുണ തേടുന്നു, വൈകല്ലേ എൻ്റെ മോചകാ. ബെഥസ്ദ കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു. നിന്റെ കരുണ തേടുന്നു, വൈകല്ലേ
ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. സ്മുർന്ന സഭയുടെ ദൂതനെ എഴുതുന്ന ആ ദൂതിൽ വാസ്തവത്തിൽ ആ സഭയെ കർത്താവ് പ്രശംസിക്കുകയാണ് ചെയ്യുന്നത്. കർത്താവ് എത്ര വാത്സല്യത്തോടുകൂടിയാണ് സഭയോട് സംസാരിക്കുന്നത്. നീ സഹിപ്പാനത് പേടിക്കേണ്ട എന്നാണ് പറയുന്നത്. വരും, നിനക്ക് ചില ഉപദ്രവങ്ങൾ വരാൻ പോകുന്നുണ്ട്, ഞാനത് കാണുന്നുണ്ട്. നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട. നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട. കർത്താവ് എല്ലാം കാണുന്നു. ആ സഭയുടെ ജീവിതത്തിന് പറയാനുള്ളത്, നിനക്ക് ചില പീഡകൾ വരാൻ പോകുന്നു. 10 ദിവസത്തേക്ക് നിനക്ക് ഉപദ്രവം ഉണ്ടാകും. 10 ദിവസത്തേക്ക്, കൃത്യമായിട്ടാണ് പറയുന്നത്, 10 ദിവസത്തേക്ക് നിനക്ക് ഉപദ്രവം ഉണ്ടാകും. ഈ 10 ദിവസം എന്ന് പറയുന്നത് വാസ്തവത്തിൽ എന്താണെന്നറിയാമോ? പിന്നീട് വരുന്നത്, ഇത് ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ കാലമാണ്. എന്നാൽ റോമാ സാമ്രാജ്യം ഭരിക്കുന്നതായ പിന്നീട് വരുന്ന 10 ചക്രവർത്തിമാരുടെ കാലത്ത് നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. അതാണ് 10 ദിവസത്തേക്ക് നിനക്ക് ഉപദ്രവം ഉണ്ടാകും. 10 ചക്രവർത്തിമാരെ പിന്നീട് ഭരിക്കുകയുണ്ടായി. ഈ സീസർ ചക്രവർത്തിമാർ, റോമിലെ ഭരണാധികാരികൾ, അവർ മാറി മാറി വന്നപ്പോഴെല്ലാം ദൈവമക്കളെ പീഡിപ്പിച്ചു. നിനക്ക് പീഡ ഉണ്ടാകും, നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട. സഹിക്കാനുണ്ട് നിനക്ക് ചിലതെല്ലാം. പ്രിയപ്പെട്ടവരെ, നമ്മിൽ പലരും വാസ്തവത്തിൽ പലത് സഹിക്കുന്നവരാണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എന്തുമാത്രം നാം സഹിക്കേണ്ടിയിരിക്കുന്നു, എന്തെല്ലാം കാര്യങ്ങളിൽ. ഇന്നൊരു പക്ഷേ എനിക്ക് തോന്നുന്നു മാതാപിതാക്കൾ ഏറ്റവും അധികം ദുഃഖിക്കുന്ന മക്കളെക്കുറിച്ചാണ്. മക്കൾ അവരെ വഴിതെറ്റി പോകുമോ എന്നുള്ള ഭയം. ഇന്നത്തെ സോഷ്യൽ മീഡിയ ഇന്ന് പലതരത്തിൽ കുഞ്ഞുങ്ങളെ പ്രത്യേകിച്ചും മനുഷ്യരെ ഇന്ന് ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഫേസ്ബുക്കും നെറ്റിലെ ചാറ്റിങ്ങും എല്ലാം പലർക്കും ഇന്നൊരു കളിയാണ്. പ്രിയപ്പെട്ടവരെ, വചനം കേൾക്കുന്ന ദൈവമക്കൾ ഒരു കാര്യം ശ്രദ്ധിക്കൂ. നിങ്ങൾ കുഞ്ഞുങ്ങളെ നേർവഴിക്ക് നിർത്താൻ നോക്കുക. അവർ ടി വിയുടെ മുമ്പിലിരുന്ന് എന്താണ് കാണുന്നത് നിങ്ങൾ നോക്കുക. നിങ്ങളറിയണം, മാതാപിതാക്കൾ അറിയണം, എൻ്റെ മോൻ അല്ലെങ്കിൽ എൻ്റെ മോള് എന്താണ് ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നെറ്റിൽ കൂടിയുള്ളതായ കളികളുണ്ട്. ഇതെല്ലാം കുട്ടികളുടെ മാനസിക നിലവാരത്തെ അപകടത്തിലേക്ക് നയിക്കും. കളിയല്ലേ, കുഴപ്പമില്ലെന്ന് തോന്നും, പക്ഷേ അവരുടെ ബുദ്ധിശക്തിയെ വക്രീകൃതമാക്കി തീർക്കും. എന്ന് പറഞ്ഞാൽ വളച്ചു കളയും. ബുദ്ധിശക്തിയെ വളഞ്ഞ വഴിയിലേക്ക് തിരിക്കും. വേണ്ടാത്തതായ തിന്മയുടെ ആശയങ്ങളുടെ ഹൃദയത്തിൽ തള്ളിക്കയറും. വൈരാഗ്യബുദ്ധി അവർക്കുണ്ടാകും. പ്രതികാര വാഞ്ച അവർക്കുണ്ടാകും. അങ്ങനെ പല തെറ്റുകളിലേക്കും പോകാൻ കുട്ടികൾക്ക് അതിലേക്ക് നയിക്കുന്നത് ഇതുപോലുള്ളതായ ചില വീഡിയോ ഗെയിംസ്, അതുപോലെ തന്നെ ചില നെറ്റ് ചാറ്റിങ്സ്. അതുമൂലം എത്രയോ ആത്മഹത്യകളാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നടന്നിട്ടുള്ളത്. ആത്മഹത്യകൾ പോലും നടന്നിരിക്കുന്നു. ഇന്ന് നമ്മുടെ സമൂഹത്തെ ഗ്രസിച്ചിരിക്കുന്നൊരു വലിയ പാപം, അനേകം ആളുകൾ അവർ സാത്താന്യ സേവയ്ക്ക് അടിമപ്പെട്ടിരിക്കുന്നു. സാത്താന്യ സേവ ഭയാനകമായൊരു കാര്യം. സാത്താന്യ സേവയുള്ള ചില സുവിശേഷന്മാരുണ്ടെന്ന് പറയുന്നു. ഭയങ്കരം. സാത്താന്യ സേവയുള്ള സുവിശേഷന്മാരുണ്ടെന്നാണ് കേൾക്കുന്നത്. നാം പേടിച്ചു പോകുന്ന കാര്യങ്ങളാണിതെല്ലാം. സുവിശേഷം പറയുന്നു, പക്ഷേ അവർ ഓരോ തരത്തിൽ വളച്ച് കൂട്ടി കൊണ്ടുവന്ന് സാത്താന്യ സേവയിൽ ഉറപ്പിച്ചു നിർത്തുന്നു. സാത്താന്യ സേവ. അവർ ചില അത്ഭുതങ്ങൾ കാണിക്കുകയും ചെയ്യും. പാവപ്പെട്ട മനുഷ്യർ അത് ശരിയാണെന്ന് വിശ്വസിക്കും, ദൈവം തന്നതാണെന്ന് വിശ്വസിക്കും. ദൈവം തന്നതൊന്നുമല്ല ഈ പല അത്ഭുതങ്ങളും. ദൈവം അത് കാണുന്നുമില്ല, ദൈവം നോക്കുന്നുമില്ല. അനേകരെ ദൈവം കാണിച്ചു തരുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് പല വെളിപ്പാടുകളും പറയുന്നു. ദൈവം തന്ന വെളിപ്പാടാണെന്ന് പറഞ്ഞുകൊണ്ട് ചില വൃത്തികെട്ട ജീവിതം നയിക്കുന്നു. അങ്ങനെയുള്ള കൂട്ടായ്മകൾ പോലും ഇന്ന് ഈ കേരളത്തിലുണ്ട്. ഏറ്റവും ഹീനമായ മ്ലേച്ഛമായ ജീവിതം നയിക്കുന്ന ചിലർ, ഞാൻ ദൈവമാണെന്ന് പറയുന്ന ചിലർ, ഞാൻ തന്നെ ദൈവമാണെന്ന് അഭിമാനിച്ചുകൊണ്ട് ദൈവമാണ് വന്നിരിക്കുന്നത് പറഞ്ഞുകൊണ്ട് പാവപ്പെട്ട വിശ്വാസികളെ നശിപ്പിക്കുന്ന ചിലർ, അതെല്ലാം ഈ കൊച്ചു കേരളത്തിൽ തന്നെയുണ്ട്. ഇവിടെയെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാം സാത്താൻ്റെ ചില തന്ത്രങ്ങളാണ്. 10 ദിവസത്തേക്ക് നിനക്ക് ഉപദ്രവം ഉണ്ടാകും, 10 ദിവസത്തേക്ക് പ്രശ്നം ഉണ്ടാകും. നീ പക്ഷേ ഭയപ്പെടേണ്ട. വിശ്വാസം നീ മുറുകെ പിടിച്ചുകൊള്ളുക. വിശ്വാസ നായകനും പൂർത്തിവരുന്നതിനായ യേശുവിനെ നീ നോക്കുക. വിശ്വാസം മുറുകെ പിടിച്ചുകൊള്ളുക. മാതാപിതാക്കളോട് കയർത്ത് സംസാരിക്കുന്ന മക്കളുണ്ട്. എന്താ പറയുന്നത്? മാതാപിതാക്കളോട് കയർത്ത് സംസാരിക്കും. അവരോട് സംസാരിക്കുന്നതിനൊരു പേടിയുമില്ല അവർക്ക്. അപ്പൻ്റെ അമ്മയുടെ മുമ്പിൽ ഒരു പേടിയുമില്ല. എന്നാൽ പേടിക്കേണ്ട ഒരാളെ അവർ ഒരു നാൾ നേരിൽ കാണേണ്ടി വരും. പക്ഷേ നരകത്തിലേക്ക് പോകുന്ന സമയത്തായിരിക്കും അത്. പേടിക്കേണ്ടവനായ കർത്താവായ യേശുവിനെ കാണും, പക്ഷേ നരകത്തിലേക്ക് പോവുകയായിരിക്കും. ഇന്ന് നരകം അവരിവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്.
അവരുടെ ഹൃദയം നരകമാക്കിയിരിക്കുകയാണ്. മാതാപിതാക്കളോട് ധിക്കാരം പറയുന്നവർ, അഹങ്കാരം പറയുന്നവർ, മാതാപിതാക്കളെ ചോദ്യം ചെയ്യുന്നവർ, മാതാപിതാക്കളെ കൊല്ലുമെന്ന് പറയുന്നവർ എല്ലാം ഉണ്ട് നമ്മുടെ ഈ ഇടനാടുകളിൽ. ഭയങ്കരമായ കാര്യമാണ് ഈ പറയുന്നത്. പ്രേമത്തിന് വേണ്ടി എന്ത് വൃത്തികേട് കാണിക്കാനും മടിയില്ലാത്ത ചില പെൺകുട്ടികളും ആൺകുട്ടികളും ഉണ്ട്. നാം വിചാരിക്കുന്നത് എൻ്റെ മോൻ ഏതായാലും അതിലുണ്ടാവില്ല എന്ന് പറയും. പക്ഷേ ഉണ്ട്. നമ്മുടെ മക്കൾ എങ്ങനെയാണ് പോകുന്നത് പലപ്പോഴും അറിയുന്നില്ല. തിന്മയിലേക്ക് ഇങ്ങനെ കുതിച്ച് കുതിച്ച് ഓടി ഓടി പോവുകയാണ്. മക്കളെ ഓർത്തുള്ള ആവലാതിയിൽ നിന്ന് മാതാപിതാക്കൾക്ക് ഏറെ ദുരിതം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, 10 ദിവസത്തേക്ക് നിനക്ക് ഉപദ്രവം ഉണ്ടാകും. അനേകം ഉപദ്രവങ്ങൾ ഇന്ന് വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരും. നമുക്കറിയാമല്ലോ, ഇന്ന് നമുക്ക് നേരെ എതിരുകളുണ്ടാകുന്നില്ലേ? അനുഗ്രഹീതമായ നിർമ്മലമായ സുവിശേഷം മാത്രം പറയുന്ന, തന്നെയുമല്ല ഒരു സഭയെക്കുറിച്ചും പറയാതെ, ആരെയും കുറ്റം പറയാതെ, ആരെക്കുറിച്ചും ഒന്നും പറയാതെ, യേശുക്രിസ്തുവിനെ മാത്രം ചൂണ്ടിക്കാണിക്കുന്ന, ക്രൂശിന് വെച്ച് രക്ഷകനായ ക്രിസ്തുവിനെ മാത്രം ചൂണ്ടിക്കാണിക്കുന്ന നമ്മുടെ ഈ കൂട്ടായ്മയെക്കുറിച്ചും പലരും തെറ്റിദ്ധരിക്കുന്നില്ലേ? കൂട്ടായ്മയെക്കുറിച്ചും പലരും അപവാദങ്ങൾ പറയുന്നില്ലേ? നുണകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നില്ലേ? പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം ഒന്ന് മനസ്സിലാക്കണം. പീഡകൾ വരികയാണ്. 10 ദിവസത്തേക്ക് നിനക്ക് ഉപദ്രവം ഉണ്ടാകും, ഉപദ്രവം ഉണ്ടാകും. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ ശ്രമിക്കുന്ന ഭാര്യ ഭർത്താവിൻ്റെ ഉപദ്രവേൽക്കേണ്ടി വരും. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ ആഗ്രഹിക്കുന്ന അമ്മ മക്കളുടെ ഉപദ്രവം കൊണ്ട് വിശ്വാസം ത്യജിക്കേണ്ടി വന്നു പോകും. അമ്മ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ മോൻ അന്ന് TV വലിയ ശബ്ദത്തിൽ ഓൺ ചെയ്ത് വയ്ക്കും. അമ്മയ്ക്ക് പ്രാർത്ഥിക്കാൻ പറ്റുകയില്ല. പ്രാർത്ഥിക്കേണ്ട എന്നാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട. പിശാച് നിങ്ങളെ പരീക്ഷിക്കുവാൻ പോകുന്നു. 10 ദിവസത്തേക്ക് നിനക്ക് ഉപദ്രവം ഉണ്ടാകും. ദൈവത്തിന് സ്തോത്രം. വായിക്കാം, 8-ാം വാക്യം മുതൽ വായിക്കാം. സ്മുർന്നയിലെ സഭയുടെ ദൂതൻ എഴുതുക: മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്തിനുമായവൻ അരുളി ചെയ്യുന്നത്: ഞാൻ നിൻ്റെ കഷ്ടതയും ദാരിദ്ര്യവും നീ ധനവാനാകുന്നതാനും തങ്ങൾ യഹൂദരെന്ന് പറയുന്നെങ്കിലും യഹൂദരല്ല, സാത്താൻ്റെ പള്ളിക്കാരായവരുടെ ദൂഷണവും അറിയുന്നു. നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട. നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക. എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് 2-ാം മരണത്താൽ ദോഷം വരികയില്ല. ദൈവത്തിന് സ്തോത്രം. ഓരോ വാക്യവും ഓരോ വാചകവും എടുത്തെടുത്ത് പറഞ്ഞ് ദൈവത്തിൻ്റെ വചനം വ്യാഖ്യാനിക്കേണ്ടതാണ്. അത്രമാത്രം ബൃഹത്തായ ആശയം, വളരെ വിശാലമായ ആശയമാണ് ഈ ഭാഗത്തിനുള്ളത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പറയുകയാണ്, മരിച്ചവനായിരുന്ന് വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്തിനുമായവൻ അരുളി ചെയ്യുന്നു. കർത്താവായ യേശു ക്രിസ്തു മരിച്ചവനായിരുന്നു, പക്ഷേ വീണ്ടും ജീവിച്ചു. എൻ്റെ സഹോദരങ്ങളെ, ഒരു കാര്യം നിങ്ങൾ ഓർക്കുക. കൂടുതലൊന്നും നിങ്ങൾ അറിഞ്ഞില്ലെങ്കിലും എന്നെ എപ്പോഴും കാണുന്ന എൻ്റെ യേശു, അവൻ എന്നെ നാശത്തിലേക്ക് പോകാതെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ നോക്കുന്ന എൻ്റെ യേശു, സ്നേഹം മാത്രമായ എൻ്റെ യേശു, എൻ്റെ വീഴ്ച കണ്ടുകൊണ്ട് അതിവേദനയോടെ കരയുന്ന എൻ്റെ യേശു, എൻ്റെ ജീവിതത്തിൽ പാവം മരിച്ചു വരുന്നത് കണ്ട് സങ്കടത്തോടെ വേദനിക്കുന്നതായ എൻ്റെ യേശു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ദൈവം എന്നെ എപ്പോഴും കാണുന്നു, മറക്കരുത്, ഒരിക്കലും മറക്കരുത്. എപ്പോഴും എന്നെ കാണുന്നു, എൻ്റെ ചിന്തകൾ അവൻ കാണുന്നു. ഒരു ഭക്തൻ പറഞ്ഞു, നമ്മുടെ ഭൂമിയിലുള്ള ചിന്തകൾ അവിടെ സ്വർഗത്തിൽ മാറ്റിക്കൊള്ളുന്നുവെന്ന്. ഇവിടെ നാം ചിന്തിക്കുന്ന ചിന്തകൾ സ്വർഗത്തിൽ മാറ്റിക്കൊള്ളുന്നു. നമ്മുടെ വൈരാഗ്യ ചിന്തകൾ, നമ്മുടെ പകയുടെ ചിന്തകൾ, വിദ്വേഷത്തിൻ്റെ ചിന്തകൾ, നമ്മുടെ ശത്രുത്വത്തിൻ്റെ ചിന്തകൾ, നമ്മുടെ പ്രതികാര ചിന്തകൾ, ഇതെല്ലാം സ്വർഗത്തിൽ മാറ്റിക്കൊള്ളുന്നുവെന്ന്. മാലാഖമാർ സങ്കടപ്പെട്ട് നോക്കി പരസ്പരം നോക്കി കരയുന്നുവെന്ന്. പ്രിയപ്പെട്ടവരെ, നോക്കൂ, നമ്മുടെ ഓരോ ചലനവും കാണുന്നൊരു ദൈവമുണ്ട്. ഓരോ ചലനവും. ദൈവത്തിന് സ്തോത്രം. എനിക്ക് നിങ്ങളോട് വളരെയേറെ കാര്യങ്ങൾ പറയാനുണ്ട്. നാം എല്ലാ ഈ ഭൂമി ജനിക്കുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുൻപ്, കോടാനുകോടി വർഷം മുൻപ് നിത്യതയിൽ ദൈവം നമ്മെ മുൻ കണ്ടു. നിത്യതയിൽ നമ്മെ മുൻ കണ്ടു. ദൈവത്തിന് സ്തോത്രം. നിത്യതയിൽ ദൈവം നമ്മെ മുൻ കണ്ടു. ദൈവം നമ്മെ സ്നേഹിച്ചു. ദൈവം കാലത്തിൻ്റെ ഒരു പ്രത്യേക സമയത്ത് കർത്താവ് നമ്മെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നു. അമ്മയുടെ ഗർഭത്തിൽ ഉരുവായതും ദൈവം അറിഞ്ഞു തന്നെ. നാം നിസ്സാരരല്ല. ദൈവം അറിഞ്ഞ് ഈ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ടു. അമ്മയുടെ ഗർഭത്തിൽ നാം പുറത്തു വന്നു. നാം ഭൂമിയിൽ ഒരു കുഞ്ഞായി ജനിച്ചു, ജീവിച്ചു, വളർന്നു. ഓരോ നിമിഷവും കർത്താവ് നമ്മെ കണ്ടുകൊണ്ടിരുന്നു. കർത്താവ് നമ്മെ കണ്ടുകൊണ്ടിരുന്നു എന്തിന്? തൻ്റെ രാജ്യത്തിലേക്ക് നമ്മെ സ്വീകരിപ്പാൻ, തൻ്റെ സ്വർഗമഹാരാജ്യത്തിൽ നമ്മെ സ്വീകരിച്ച് ആനയിച്ച് നമ്മെ അനുഗ്രഹിപ്പാൻ ദൈവം നമുക്ക് വേണ്ടി കരുതിക്കൊണ്ടിരുന്നു. നിങ്ങൾക്കിതൊന്നും മനസ്സിലാകുമോ എനിക്കറിഞ്ഞുകൂടാ. ആദ്യം മുതൽ യുഗങ്ങളുടെ ആരംഭത്തിൽ
യുഗങ്ങളുടെയും യുഗായുഗങ്ങളുടെയും ആരംഭത്തിൽ നിത്യനായ ദൈവം നമ്മെ കണ്ടു. അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നമ്മെ കണ്ടു. നാം അമ്മയുടെ ഗർഭപാത്രത്തിൽ അസ്ഥിവഞ്ചനങ്ങൾ രൂപപ്പെട്ടു വരുമ്പോൾ അവൻ നമ്മെ കണ്ടുകൊണ്ടിരുന്നു. നമ്മുടെ ശരീരത്തിൽ ഓരോ അവയവവും രൂപപ്പെട്ടു വരുമ്പോൾ അവൻ നമ്മെ കണ്ടുകൊണ്ടിരുന്നു. നാം ഇതൊന്നും അറിഞ്ഞില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അനാദികാല നിർണയപ്രകാരം ദൈവം നമ്മെ സ്നേഹിച്ചു, ദൈവം നമ്മെ സ്വീകരിച്ചു. അവൻ അന്നേ നമ്മെ നിയമിച്ചു. അന്നേ ദൈവം നമുക്ക് വേണ്ടി മുൻകരുതി നമ്മുടെ രക്ഷയെക്കുറിച്ച്. ദൈവത്തിന് സ്തോത്രം. ആ അനാദികാലം പോലുള്ള നിർണയം, ദൈവിക നിർണയം, അതാണ് നമ്മെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്. നാം ഇത്രയും കാലം ഈ ഭൂമിയിൽ ജീവിച്ചു. ഈ വചനം കേൾക്കാനിടയായത് ദൈവത്തിൻ്റെ പരിപാടിയാണ്. മനുഷ്യരുടെയും അല്ല വചനം നിങ്ങൾ കേൾക്കുന്നത്, മനുഷ്യരുടെ പ്രസംഗമല്ല നിങ്ങൾ കേൾക്കുന്നത്. അനാദികാല നിർണയപ്രകാരം നമ്മെ വിളിച്ചു വേർതിരിച്ച നിത്യനായ ദൈവത്തിൻ്റെ പരിശുദ്ധമായ ശബ്ദമാണ് നിങ്ങൾ കേൾക്കുന്നത്. ഈ ശബ്ദം കേൾക്കുമ്പോൾ അന്ന് നിത്യനായ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടപ്പോൾ ഭൂമി കുലുങ്ങി, പർവ്വതങ്ങൾ വിറവുകൊണ്ടു. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അന്ന് നിത്യനായ ദൈവം പർവ്വതത്തിലേക്ക് ഇറങ്ങി വന്നപ്പോൾ അന്ന് പർവ്വതം കുലുങ്ങി, വലിയൊരു തീജ്വാല ആളിപ്പടർന്നു. ആ തീജ്വാലയിലേക്ക് ആളുകൾക്ക് നോക്കാൻ വയ്യാതെ താഴെ അവർ പേടിച്ച് വിറച്ചു. ദൈവം പറഞ്ഞിരുന്നു, ഇപ്പോൾ ഈ പർവ്വതത്തെ ആരും തൊടരുത്, തൊട്ടാൽ മരിച്ചു പോകുമെന്ന് പറഞ്ഞിരുന്നു. ഒരു മൃഗമെങ്കിലും തൊട്ടാൽ അതിനെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് പറഞ്ഞിരുന്നു. അത്രമാത്രം ഗൗരവമേറിയ ദൈവിക സന്നിധാനമാണ് ഇറങ്ങി വരുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്നും അറിയുന്നില്ലല്ലോ എന്ന് ഞാൻ ഓർക്കുന്നു. ഞാൻ പരിതപിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. സത്യം അറിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും നിങ്ങൾ മനം തിരിയും. നിങ്ങളുടെ പാപങ്ങളെ നിങ്ങൾ ഉപേക്ഷിക്കും. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് അനാദികാല നിർണയപ്രകാരം നമ്മെ വിളിച്ച് വേർതിരിച്ച് ഇവിടെ വരെയും കൊണ്ടുവന്നത്. ഇന്ന് ഈ വചനം നിങ്ങൾക്ക് തരുന്നത് ദൈവത്തിൻ്റെ അനന്ത സ്നേഹമാണ്. ദൈവം എന്നെയും സ്നേഹിക്കുന്നു, നിങ്ങളെയും സ്നേഹിക്കുന്നു. ഞാനും നിങ്ങളെക്കാൾ വ്യത്യസ്തതയുള്ളൊരു മനുഷ്യനല്ല. ഞാനും നിങ്ങളെപ്പോലെ തന്നെയുള്ളൊരു സാധാരണ മനുഷ്യനാണ്. നിങ്ങളെപ്പോലുള്ള പ്രാരബ്ധങ്ങൾ എനിക്കുണ്ട്, നിങ്ങളെപ്പോലുള്ള വേദനാ വിഷയങ്ങൾ എനിക്കുണ്ട്, നിങ്ങളെപ്പോലുള്ള വേദനകൾ എനിക്കുണ്ട്, നിങ്ങളെപ്പോലുള്ള രോഗങ്ങൾ എനിക്കുണ്ട്, നിങ്ങൾ ആരെയും പോലെയുള്ളതായ പാവത്തിൻ്റെ പരിശോധനകൾ എനിക്കുണ്ട്. ഭാഗ്യവശാൽ കൃപയാൽ എൻ്റെ കർത്താവ് എന്നെ വേലി കെട്ടി കാക്കുന്നത് കൊണ്ട്, സ്വർഗത്തിൻ്റെ തീമതിൽ കൊണ്ട് എന്നെ സംരക്ഷിക്കുന്നത് കൊണ്ട് ഭാഗ്യവശാൽ ഞാൻ നിന്നു പോകുന്നു. ദൈവത്തിന് സ്തോത്രം. യോബിന് ചുറ്റും വേലി കെട്ടിയതുപോലെ എനിക്ക് ചുറ്റും ഒരു തീമതിൽ കെട്ടി കർത്താവിനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ശത്രു അടുക്കാതെ വണ്ണം കർത്താവിനെ കാത്തുകൊണ്ടിരിക്കുന്നു. ഒരു വ്യത്യാസമില്ല. നാം എല്ലാം ഒരുപോലെയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാം വചനം കിട്ടുന്നു. ഇന്ന് ഈ വാക്കുകളെ കേൾക്കുമ്പോൾ നിങ്ങൾ അനുതാപത്തോടെ കർത്താവിലേക്ക് വരുവീൻ, ഓടി വരുവീൻ. എൻ്റെ യേശുവെ, കഴിഞ്ഞ കാര്യങ്ങൾ നഷ്ടപ്പെടുത്തി. പീഡകൾ വന്നു, ദുരിതങ്ങൾ വന്നു, ആക്രമണങ്ങൾ വന്നു, ശത്രുവിൻ്റെ പല പരീക്ഷകൾ വന്നു. അപ്പോഴെല്ലാം നീ എന്നെ നിലനിർത്തിയല്ലോ കർത്താവേ. ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടാതെ നീ എന്നെ കാത്തല്ലോ. അതുകൊണ്ട് ഇന്ന് വചനം കേൾക്കാനിടയായല്ലോ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാനും അത് തന്നെയാണ് പറയുന്നത്. ഇന്ന് ഈ വചനം പറയാൻ നീ എനിക്ക് ആയുസ് തന്നല്ലോ. തീർന്നു പോകേണ്ടതായ ആയുസ് അത് കർത്താവ് എനിക്ക് നീട്ടി തന്നല്ലോ. ഈ ആയുസ് തന്നതുകൊണ്ട് എനിക്ക് വചനം പറയാൻ ഒക്കുന്നല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാളെ എന്തെന്നും അറിയുന്നില്ല. ഇന്ന് എന്നൊരു ദിവസം നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു. ഇന്ന് നിങ്ങൾ അനുഭവിക്കുക. ഇന്ന് നിങ്ങൾ മാനസാന്തരപ്പെടുക. നിങ്ങളാരും ഭയപ്പെടാനല്ല പറയുന്നത്. നിങ്ങൾക്ക് ഇന്ന് വേണമെങ്കിൽ തിരിയാമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ സുപ്രസാദ കാലമാണെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ കൃപയുടെ കാലയളവാണെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ വേണമെങ്കിൽ രക്ഷപ്പെടാമെന്നാണ് പറഞ്ഞത്. വേണമെങ്കിൽ രക്ഷപ്പെടാം. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. വേണമെങ്കിൽ കേട്ടാൽ മതി. ആത്മാവ് സഭകളോട് പറയുന്നതെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് രണ്ടാം മരണത്താൽ ദോഷം വരികയില്ല. വിശാലമായി പറയേണ്ട ചില വിഷയങ്ങളാണ്. അതെല്ലാം പിന്നീട് പറഞ്ഞുകൊള്ളാം. കർത്താവിന് സ്തോത്രം. സഹോദരങ്ങളെ, ഇന്ന് ഈ സമയം നിങ്ങൾ ഓരോരുത്തരും കർത്താവിൻ്റെ പാതമെടുത്ത് വന്നിരിക്കുന്നതായി നിങ്ങൾ കാണുക, നിങ്ങൾ തന്നെ കാണിക്കുക. എൻ്റെ കർത്താവേ, നീ എൻ്റെ ഹൃദയം കാണുന്നുവല്ലോ. ഇപ്പോഴെൻ്റെ അവസ്ഥ നീ അറിയുന്നുവല്ലോ. ഞാൻ എത്ര പാപിയെന്ന് നീ അറിയുന്നുവല്ലോ. ഞാൻ അറിഞ്ഞുകൊണ്ട് എൻ്റെ പാവത്തിലേക്ക് പോയതെല്ലാം നീ അറിയുന്നല്ലോ. ആ പാവമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ധിക്കാരത്തോടെ പാവത്തിലേക്ക് പോയതെന്ന് നീ അറിയുന്നല്ലോ. എൻ്റെ കർത്താവേ, ആത്മാവ് എനിക്ക് ഓർമ്മ തന്നിട്ട് ഞാൻ ആത്മാവിനെ ധിക്കരിച്ചുകൊണ്ട് ഞാൻ പാവം ചെയ്തെന്ന് അറിയുന്നുവല്ലോ. അങ്ങനെ ഇഹത്തിലും പരത്തിലും മോചിക്കാത്ത പാവം, ആത്മാവിനെതിരായ പാവം എൻ്റെ ജീവിതത്തിൽ വന്നുപോയല്ലോ. മനസ്സറിഞ്ഞ് ഞാൻ പാവത്തിലേക്ക് പോയിരിക്കുന്നു. അറിഞ്ഞു തന്നെ ഞാൻ ദോഷം പ്രവർത്തിച്ചിരിക്കുന്നു. ഇത് പാടില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഞാനത് ചെയ്തു പോയിരിക്കുന്നു. കാരണം എൻ്റെ കർത്താവേ, ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ ബോധമില്ലാത്തതിനെ പോലെ ജീവിക്കുന്നു. ഞാൻ സുബോധമില്ലാത്തവളെ പോലെ ജീവിക്കുന്നു. കർത്താവേ, നീ എന്നോട് മനസ്സിലിയണം. ഇന്ന് എനിക്കൊരു സുബോധം തരണം. ഞാൻ എവിടെയാണ് കിടക്കുന്നത് കാണാൻ എനിക്ക് കണ്ണു തുറന്നു തരണം. ആത്മാവ് മരിച്ചിട്ട് എത്ര നാളുകളായി എന്ന് നിങ്ങളൊന്ന് അറിയണമേ. ദൈവത്തിന് സ്തോത്രം. ആത്മാവ് ജീവനില്ലാതായിട്ട് വർഷങ്ങളായി. പലർക്കും ഇതൊന്നും ചിന്തയില്ല. ആത്മാവ് മരിച്ചു പോയിട്ട് മാസങ്ങളായി. ആരും ചിന്തിക്കുന്നില്ല. ദൈവത്തിൻ്റെ കൃപയാൽ ആത്മാവിൻ്റെ ജീവൻ കിട്ടിയതായിരുന്നു. പക്ഷേ അത് കളഞ്ഞു പോയിരിക്കുകയാണ്, അറിയുന്നില്ല. ദൈവത്തിന് സ്തോത്രം. വ്യാജങ്ങൾ കൊണ്ടും സൂത്രങ്ങൾ കൊണ്ടും കൗശലങ്ങൾ കൊണ്ടും ഇന്ന് ആത്മാവിനെ കൊല്ലുകയാണ് നിങ്ങൾ ചെയ്തത്. നിങ്ങളുടെ തന്ത്രങ്ങൾ കൊണ്ടും നിങ്ങളുടെ ഉപായങ്ങൾ കൊണ്ടും ആത്മാവിനെ നശിപ്പിക്കുകയാണ് ചെയ്തത്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് എത്രയോ വേദനയോടെ നിങ്ങളുടെ ഉള്ളിൽ വേദനിച്ച് ശ്വാസം മുട്ടിയിരുന്നു.
അസഹ്യമായ വേദനയോടെ ശ്വാസം വിട്ടിരുന്ന കർത്താവ് ഇപ്പോൾ നിങ്ങളോട് പറയുന്നു, എനിക്ക് എന്നെ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഇറക്കി വിട്ടല്ലോ, നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എന്നെ നിങ്ങൾ പറഞ്ഞു വിട്ടല്ലോ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ പറയണം, കർത്താവേ, യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ അകത്ത് വരിക, എന്തിന് പുറത്ത് നിൽക്കുന്നു? കർത്താവേ, നീ അകത്തേക്ക് വരിക. നീ എൻ്റെ സൃഷ്ടാവാണല്ലോ, നീ എൻ്റെ രക്ഷകനാണല്ലോ. നാഥ, അവിടുന്ന് എൻ്റെ വീണ്ടെടുപ്പുകാരനാണല്ലോ. യേശുവേ, അവിടുന്ന് എൻ്റെ പാവങ്ങളെല്ലാം സ്വന്തം ശരീരത്തിൽ പേറിയവനാണല്ലോ. എൻ്റെ യേശുവേ, ഞാൻ നിന്നോട് വാക്ക് പറയുന്നു. ഇന്ന് ഞാനിതാ നിൻ്റെ മുമ്പിൽ ഞാൻ താഴുന്നു, ഞാൻ എന്നെ തന്നെ എളിമപ്പെടുത്തുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്, നിങ്ങൾ വിശ്വസിക്കൂ. നിങ്ങളിരുന്ന് കരഞ്ഞാൽ കരച്ച് കാണുന്നൊരു ദൈവമുണ്ട്. അനുതാപത്തോടെ കരഞ്ഞാൽ അനുതാപത്തിൻ്റെ കരച്ചിൽ കർത്താവ് കേൾക്കും. അനുതാപികളിൽ പ്രസാദിക്കുന്നതിനാണ് ദൈവം. ദൈവത്തിന് സ്തോത്രം. അനുതാപത്തോടെ കരയുക. ദൈവത്തിന് സ്തോത്രം. ഞാൻ വായിച്ചു, കോറി ടെൻബൂം എന്ന് പറയുന്ന ഒരു വനിതയുണ്ടായിരുന്നു. അനുഗ്രഹീതയായ ദേവദാസിയാണ്. അന്ന് നാസി തടങ്കൽപ്പാളയത്തിൽ, ഹിറ്റ്ലറുടെ തടങ്കൽപ്പാളയത്തിൽ അന്ന് വിശ്വാസികളെല്ലാം തടങ്കൽപ്പാളയത്തിലിട്ട് അവരെ കൊണ്ട് കഠിന വേല ചെയ്യിക്കുകയായിരുന്നു. അനേകം തടങ്കൽപ്പാളയങ്ങളുണ്ട്, അനേകം സെല്ലുകളുണ്ട്. അതിലെല്ലാം അവരെ കുത്തി നിറച്ച് പിന്നീട് പകൽ കൊണ്ടുപോയി വേല ചെയ്യിക്കും, രാത്രി കൊണ്ടുവന്ന് അവിടെ ഒന്ന് അടുക്കും. വലിയ ആഹാരമൊന്നും അവർക്ക് കൊടുക്കുകയില്ല. പാവങ്ങൾ ഒരു ക്രിസ്ത്യാനികളാണ് എന്നുള്ളതുകൊണ്ട് ഹിറ്റ്ലർ അവരെ കഠിനമായി പീഡിപ്പിച്ചു. അവർ യഹൂദന്മാരായവരെയും ഹിറ്റ്ലർ പീഡിപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. അതിലെ കോറി ടെൻബൂം അവൾ കണ്ടു. അവളെയും അവളുടെ സഹോദരിയെയും, ബെറ്റ്സി എന്നാണ് സഹോദരിയുടെ പേര്, ബെറ്റ്സിയെയും കോറി ടെൻബൂമിനെയും കൊണ്ടുവന്ന് ജയിലിലടച്ചു. പ്രിയപ്പെട്ടവരെ, അവരുടെ മാതാപിതാക്കളെ കൊല്ലുന്നവർ നോക്കി നിന്ന് കണ്ടു. അമ്മയും അപ്പനെയും കൊല്ലുന്നത് കണ്ടു. അവരുടെ സഹോദരനെ കൊല്ലുന്നത് കണ്ടു. ഇവളവരെ തടങ്കൽപ്പാളയത്തിൽ കിടക്കുകയാണ്. ഒരു ദിവസം പട്ടാളക്കാർ വന്ന് സ്വന്തം സഹോദരിയെ ബെറ്റ്സിയെ നീചമായി ആക്രമിക്കുന്നതും ഏറ്റവും ഹീനമായ അശുദ്ധമായി അവളെ ഉപയോഗിക്കുന്നതും സ്വന്തം കണ്ടുകൊണ്ട് കോറി ടെൻബൂം കണ്ടു. അവൾ വിട്ട് കരഞ്ഞു. ഇനി എനിക്ക് ഇതാണല്ലോ വരാൻ പോകുന്ന ഓർത്തപ്പോൾ കരഞ്ഞു. ഒരു ദിവസം ഈ കോറി ടെൻബൂമും ഈ സഹോദരിയും ബെറ്റ്സിയും അവർ മുറിക്കകത്തിരുന്നപ്പോൾ ഭയങ്കരമായ ജലദോഷം. കോറി ടെൻബൂമിന് ജലദോഷം, ഭയങ്കരമായ ജലദോഷം, മാറുന്നില്ല. പ്രാർത്ഥിച്ചു, മാറുന്നില്ല. അപ്പോൾ അവൾ പറയുകയാണ്, അയ്യോ, ഇപ്പോൾ ഒരു പഞ്ഞിയോ അല്ലെങ്കിൽ ഒരു കർച്ചീഫോ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ. ബെറ്റ്സി പറഞ്ഞു, മോളെ, നീ എന്തിനാ പേടിക്കുന്നത്? പ്രാർത്ഥിക്കുക, ഒരു കർച്ചീഫിന് വേണ്ടി പ്രാർത്ഥിക്കുക. അവൾ പറഞ്ഞു, എന്നെ ഇത്രയും നിസ്സാര കാര്യം കർത്താവിനോട് ചോദിക്കുന്നത് എങ്ങനെയാണ്? അപ്പോൾ ബെറ്റ്സി പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാം, നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ബെറ്റ്സി മുട്ടുമേലിരുന്നു അവൾ പറയാൻ തുടങ്ങി, കർത്താവേ, എൻ്റെ സഹോദരി ജലദോഷം കൊണ്ട് വിഷമിക്കുന്നത് നീ കാണുന്നുണ്ടല്ലോ, എൻ്റെ സഹോദരി വിഷമിക്കുന്നത് നീ അറിയുന്നുണ്ടല്ലോ. ഇപ്പോൾ കർത്താവേ, അവൾക്ക് നീ എവിടെ നിന്നെങ്കിലും ഒരു കർച്ചീഫ് കൊടുത്തയക്കണമേ. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ജനലിങ്കൽ ഒരു മുട്ട് കേട്ടു. ജനലിൽ നോക്കിയപ്പോൾ ഒരാളവിടെ നിൽക്കുന്നു. ഇതുപോലൊരു സ്ത്രീയാണ് നിൽക്കുന്നത്. അതും അടുത്ത തടങ്കൽപ്പാളയത്തിലുള്ളവളാണ്, അടുത്ത കോൺസെൻട്രേഷൻ ക്യാമ്പിലുള്ളവളാണ്. അവൾ വന്ന് നിന്നു. അവൾ പറഞ്ഞു, ഞാൻ ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് എന്നോടൊരു വാക്ക് പറഞ്ഞു. ഞാൻ തുന്നിക്കൊണ്ടിരിക്കുന്നതായ കർച്ചീഫ് വേഗം തുന്നി തീർത്ത് അത് വേഗം കോറി ടെൻബൂമിനെ കൊണ്ട് കൊടുക്കുക എന്ന് കർത്താവിനോട് ആവശ്യപ്പെട്ടു. ഞാൻ അതുകൊണ്ട് ഈ മുറിയിലേക്ക് വന്നത്. ഈ മുറിയിലാണ് കോറി ടെൻബൂം എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ്. ഇവിടെ കോറി ടെൻബൂം ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. ഉടനെ കോറി ടെൻബൂം വിനയപൂർവ്വം കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, ഞാനിവിടെ ഉണ്ട്. രണ്ട് സഹോദരിമാരും ജനലിലേക്ക് ചെന്നു. കോറി ടെൻബൂം കൈ നീട്ടി ആ കർച്ചീഫ് വാങ്ങി. ദൈവത്തിന് സ്തോത്രം. കോറി ടെൻബൂമും സഹോദരി ബെറ്റ്സിയും അവിടെ മുട്ടുമടക്കി. ഇത്ര നിസ്സാരമായൊരു കാര്യം പോലെ ഞാൻ പ്രാർത്ഥിച്ചത് നീ അറിഞ്ഞല്ലോ. എൻ്റെ കർത്താവേ, നീ എത്ര നല്ലവൻ. എൻ്റെ ദൈവമേ, നീ എപ്പോഴും ഞങ്ങളെ കാണുന്നല്ലോ. ഞങ്ങൾ പറയുന്നതും ഞങ്ങൾ സംസാരിക്കുന്നതും ഞങ്ങൾ ചിന്തിക്കുന്നതും എല്ലാം നീ കാണുന്നുണ്ടല്ലോ. കർത്താവേ, നീ പാവപ്പെട്ടവരുടെ പ്രാർത്ഥന നീ കേട്ടല്ലോ. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, പ്രാർത്ഥന കേൾക്കുന്നവർ ദൈവം ജീവിക്കുന്നു. നിങ്ങൾ ഉരുകി കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കൂ. ഉള്ളുരുകിക്കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കൂ. ഹൃദയത്തിലെ പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കൂ. മേലിൽ പാപം വരികയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കൂ. അപ്പോൾ കാണാം ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ മേൽ വരുന്നത്. ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ മേൽ വരും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ അനന്ത സ്നേഹം നിങ്ങൾ സന്ധിക്കും. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു നിങ്ങളുടെ അരികിലേക്ക് വന്നിട്ടുണ്ട്. ക്രിസ്തുവിൻ്റെ അരികത്തോടെ നടക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ പുറമെയുള്ള കണ്ണുകൊണ്ട് നാം കാണുന്നില്ല, ശരിയാണ്. പക്ഷേ യേശു ക്രിസ്തു നമ്മുടെ അരികത്തോട് നടക്കുന്നത് ആത്മീയർക്ക് സെൻസ് ചെയ്യാൻ സാധിക്കും. ദൈവത്തിൻ്റെ ആത്മാവുള്ളവർക്ക് അത് സെൻസ് ചെയ്യാൻ സാധിക്കും. യേശു ക്രിസ്തു നമ്മുടെ ഇടയിൽ കൂടി നടക്കുന്നു. അദൃശ്യ പുരുഷനായി അത്ഭുത പുരുഷൻ നടക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അദൃശ്യനായി കാണപ്പെടാത്തവനായി അവനിതാ നമ്മുടെ ഇടയിൽ കൂടി നടക്കുന്നു. ഓരോരുത്തർ എഴുതി നിന്നുകൊണ്ട് കർത്താവ് മുഖത്തേക്ക് നോക്കുന്നു. മോനെ, നിനക്ക് എന്താണ് വേണ്ടത്? മോളെ, നിനക്ക് എന്താണ് ആവശ്യം? എന്നോട് പറയൂ, ഞാൻ സാധിപ്പിച്ചു തരാമെന്ന് പറയുന്നു.
അവൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരുമെന്ന് പറയുന്നു. എല്ലാം സാധിച്ചു തരുന്ന ഒരു നല്ലവനായ യേശു. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ നിങ്ങളോട് വിനയപൂർവ്വം പറയട്ടെ, ഈ നിസ്സാര മനുഷ്യൻ ചോദിച്ചതെല്ലാം തന്നു. ദൈവത്തിന് സ്തോത്രം. ഒന്നും മുടക്കിയില്ല, അവനെല്ലാം തന്നുകൊണ്ടിരുന്നു. ഒന്നും മുടക്കാതെ ഇന്നുവരെയും കാത്തു. ഈ നിമിഷം വരെയും അവനെ സൂക്ഷിച്ചു. എനിക്ക് അവനോട് നന്ദിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വേല ചെയ്യുന്നത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് ഒരു സഭയെക്കുറിച്ചും പറയാതെ, ഒരു സമുദായത്തെക്കുറിച്ചും പറയാതെ, സഭ മാറ്റാതെ, സമുദായം മാറ്റാതെ, മതം മാറ്റാതെ ഇന്ന് കർത്താവിൻ്റെ വേല ചെയ്യുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എൻ്റെ കർത്താവ് എനിക്ക് നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. നല്ലത് മാത്രം. അവൻ സ്നേഹമാണെന്ന് എനിക്ക് അനുഭവമുണ്ട്. സ്നേഹം മാത്രമാണെന്ന് എനിക്ക് അനുഭവമുണ്ട്. അവൻ കോപിക്കും ദൈവമല്ല എന്നെനിക്ക് അനുഭവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പാവം കണ്ട് എന്നെ തള്ളിക്കളയുന്നൊരു ദൈവമല്ല എന്നെനിക്ക് മനസ്സിലായി. എൻ്റെ സ്വഭാവത്തിൽ ഇനിയും വരാനുള്ള മാറ്റങ്ങൾ, വരേണ്ട മാറ്റങ്ങൾ വന്നിട്ടില്ല എന്ന് കണ്ടുകൊണ്ട് അവൻ എന്നെ തള്ളി പുറത്താക്കുകയില്ല എന്നെനിക്ക് മനസ്സിലായി. അവൻ എന്നെ സ്നേഹിക്കുന്നു. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ബഹുമാന്യ സഹോദരി സഹോദരന്മാർ, കർത്താവായ യേശുവിനെ കാണുക. അവൻ്റെ തിരുമുഖത്തേക്ക് നിങ്ങൾ നോക്കുക. അവനോട് പറയുക, കർത്താവേ, എനിക്ക് ഒരു വിശുദ്ധനായി തീരണം. ഹല്ലേലൂയ. എൻ്റെ യേശുവേ, എനിക്കൊരു വിശുദ്ധനായി തീരണം. എൻ്റെ നാഥ, എനിക്കൊരു ശുദ്ധിമതിയായി തീരണം. വ്യാജത്തിൻ്റെ കണിക പോലും ഇല്ലാതെ, സൂത്രത്തിൻ്റെയും കൗശലത്തിൻ്റെയും കണിക പോലും ഇല്ലാതെ, സാക്ഷാൽ നിർമ്മല സ്നേഹം ഹൃദയത്തിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുന്ന അനുഗ്രഹകരമായ അനുഭവത്തിലേക്ക് എന്നെ നീ നയിക്കണം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തോട് നിങ്ങൾ പറയുമോ? ഇപ്പോൾ നിങ്ങൾ ദൈവത്തോട് അപേക്ഷിക്കുമോ? കർത്താവേ, എന്നെ നീ തൊടണമേ. ഹല്ലേലൂയ. എൻ്റെ അരികത്തോട് നടന്നു പോകുന്ന യേശുവേ, ഒരു സെക്കൻഡ് നേരം എൻ്റെ അരികത്ത് നിന്ന് എൻ്റെ തലമേലും തൊടണമേ. ദൈവത്തിന് സ്തോത്രം. നിൻ്റെ ആണിപ്പാടുള്ള കരയുടെ തലമേലൊന്ന് വെക്കണമേ. എന്നെ അനുഗ്രഹിക്കണമേ. പാപത്തിന് തീരെഴുതി കൊടുത്ത എൻ്റെ ജീവിതം നാഥ, ഞാൻ പാപത്തിൽ നിന്ന് തിരികെ വാങ്ങി. എൻ്റെ കർത്താവെ, പിശാചിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ തിരികെ വാങ്ങി നിൻ്റെ കയ്യിലേക്ക് ഞാൻ ഇതാ സമർപ്പിക്കുന്നു. സാത്താൻ എന്നെ പന്താടിയിരുന്നു. സാത്താൻ എന്നെ പാവ കളിപ്പിച്ചിരുന്നു. എൻ്റെ കർത്താവെ, തെറ്റുകളേറെ വന്നുപോയിരുന്നു. ഇന്നിതാ എൻ്റെ ജീവിതം നിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ ഇതാ തരുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ജീവിതം കർത്താവിന് കൊടുക്കുക. കർത്താവിൻ്റെ വാക്ക് പറയുക, കർത്താവേ, ഇതാ ഞാൻ നിൻ്റെ ദാസൻ, ഇതാ ഞാൻ നിൻ്റെ ദാസി, നിൻ്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. കർത്താവിന് മഹത്വം കയറ്റുക. കർത്താവിന് രണ്ടാമത്തവന് വേണ്ടി ഒരുങ്ങുക. ദൈവനാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കുന്ന നിമിഷങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുക. ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിൻ്റെ ഈ മക്കളെ എല്ലാം കൊണ്ട് അനുഗ്രഹിക്കണമേ. ഓരോരുത്തരുടെയും മേലിൻ്റെ കർത്താവിൻ്റെ കരം വെച്ചു എന്നറിയുവാനുള്ളതായ ഒരു വെളിവ് ഇവർക്ക് മനുഷ്യർക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരുണയുള്ള കർത്താവേ, നിൻ്റെ ഈ മക്കൾ ഓരോരുത്തരും നിന്നെ സ്നേഹിപ്പാനുള്ള ഒരു പുതിയ ഹൃദയം പ്രാപിക്കുവാൻ കർത്താവെ കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദുഷ്ടപിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ ഈ മക്കൾ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ നാഥ, നിൻ്റെ രണ്ടാമത്തവരിൽ വിശുദ്ധന്മാർ പറന്നുയരുമ്പോൾ ആ കൂട്ടത്തിൽ ഞങ്ങളും ചേരുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നവരോട് കേൾക്കണമേ. ആമീൻ.